നമ്മുടെ മത്സ്യം എത്ര വളർന്നു എന്നറിയണ്ടേ? അതിന് യാതൊരു നിവൃത്തിയില്ല. കാരണം ചണ്ടിയൊക്കെ നന്നായിട്ട് നിറഞ്ഞ് മീനിന് ശ്വാസം കിട്ടാത്ത രീതിയിലാണ് ചണ്ടിയൊക്കെ നിറഞ്ഞിട്ടുള്ളത്. വരാൽ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കുളത്തിലിട്ടപ്പോൾ കണ്ടതാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമൊന്നും നമ്മൾ വരാൽ കുഞ്ഞുങ്ങളെ അത് ശരിയായിട്ടുള്ള വളർച്ചയൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഒട്ടും കാണാനില്ല. കാരണം നമ്മുടെ കുളവായൊക്കെ നന്നായിട്ട് വളർന്ന് പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ എത്ര വളർന്നു എന്നോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചണ്ടിയൊക്കെ ഒന്ന് നീക്കി ക്ലിയറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ വരാലൊക്കെ ഒരുവിധം വളർന്നിട്ടുണ്ടെങ്കിൽ വിൽപ്പനക്കുള്ള സമയമായി. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു 6-7 മാസം ആയിക്കഴിഞ്ഞാൽ വിളവെടുപ്പ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ 1.5 മാസം 2 മാസം ആയാൽ നമുക്ക് വരാലിനൊക്കെ പിടിക്കാം. നല്ല ശുദ്ധമായിട്ടുള്ള അതിൻ്റെ മീൻ തീറ്റ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തുന്നത്. മറ്റ് ചപ്പ് ചവറുകളൊന്നും നമ്മളെ വരാലിന് കൊടുക്കാറില്ല. കാരണം അത് നമ്മൾ തൃപ്തിയോടെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ വളർത്തണം. അല്ലെങ്കിൽ അത് വാങ്ങി കഴിക്കുന്നവർക്ക് വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല, പിന്നെ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. കോഴി പാർട്സും മറ്റുമൊക്കെ കഴിച്ച് പിന്നെ ആ വെള്ളത്തിൽ നിന്ന് ഉള്ള അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ കോഴി പാർട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാത്തത്. ഇവർ ഈ പായൽച്ചണ്ടി കുറേയൊക്കെ തിന്നും. നമ്മളെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ കുറേ പായൽച്ചണ്ടിയൊക്കെ അതിൻ്റെ അടിയൊക്കെ കാർന്ന് തിന്നും. പിന്നെ നമ്മൾ 2 നേരം ഈ പെല്ലറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഏതായാലും നമ്മളെ മത്സ്യങ്ങളൊക്കെ എത്ര വളർന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ ചണ്ടികളൊക്കെ ഒന്ന് നീക്കി ക്ലിയറാക്കാം. നമ്മളെ പമ്പ് സെറ്റ് കൊണ്ട് ജലസേചനം നടത്തുന്നുണ്ട്. അപ്പോൾ പ്രയാസമില്ലാതൊക്കെ ചണ്ടിയൊക്കെ നീക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു കാരണം, ചണ്ടിയൊക്കെ നീക്കി കഴിഞ്ഞാൽ ഇവർക്ക് ചാടിപ്പോകാൻ നല്ല എളുപ്പമാണ്. പിന്നെ വലക്കൊക്കെ നല്ല ദ്വാരങ്ങളുമുണ്ട്. അപ്പോൾ മഴ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളത് കണ്ടറിയണം. കാര്യം ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ള പരിപാടിയാണ്. എന്നാൽ അതിനനുസരിച്ച് മുതൽ മുടക്കുമാണ്. എന്നാൽ പ്രതീക്ഷ അത്രയൊന്നും നമുക്ക് ലഭിക്കുകയില്ല. പിന്നെ നമ്മൾ ഓൾറൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ കൂട്ടത്തിൽ പോകുന്നു എന്ന് മാത്രം. ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏർപ്പാട് എന്ന്. പിന്നെ നല്ല രീതിയിൽ ഏക്കർ കണക്കിനൊക്കെ വലിയ വലിയ കുളത്തിലൊക്കെ നല്ല രീതിയിൽ മീൻ വളർത്തിയാൽ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തടയും. എന്നാൽ ഇതിൽ നിന്ന് തടയാനൊന്നുമില്ല. ഇതുപോലെ ചെറിയ കുളമൊക്കെ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ കരുതിയിട്ട് ആരും ചെയ്യാൻ നിൽക്കണ്ട. അതിൽ നിന്ന് യാതൊരു വരുമാനവും ഉണ്ടാവില്ല. എന്നാൽ വലിയ രീതിയിൽ ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ലഭിച്ചെന്ന് വരും. അപ്പോൾ നമ്മൾ പായലൊക്കെ നീക്കി നല്ല രീതിയിലൊക്കെ കുളങ്ങളും നമ്മളെ അമ്പൽക്കുളവും എല്ലാം നല്ല സ്റ്റൈലായിട്ട് കാണുന്നുണ്ട്. ഒരു ഏരിയ തന്നെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാനുള്ളത്. അപ്പോൾ നമ്മളൊരു വരാലിൻ്റെ ഒന്നിനെ നമ്മളിതിൽ പോസ് ചെയ്തിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ഭാഗം നിങ്ങൾക്ക് കാണാം, ലാസ്റ്റും ഫസ്റ്റുമായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോക്ക് വേണ്ടി നിന്ന് വന്നിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ചണ്ടി നീക്കി കഴിഞ്ഞപ്പോൾ ഒളിവിലാണ്. ഏതായാലും അവർ ഒളിവിൽ നിൽക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ മീൻ വളർത്തലുമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.